ഈശ്വംശിയേക്കും സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസത്തോടെ നമ്മൾ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് ചെറിയ രീതിയിൽ നമ്മൾ ധ്യാനിച്ചു. നമ്മളിനി അത് പ്രകാശത്തിൻ്റെ രഹസ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇത് വലിയ എന്താ പറയുക അറിവിൻ്റെ മേഖലയിലൂടെയല്ല, നമുക്ക് അറിഞ്ഞത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതനുസരിച്ചല്ല ധ്യാനിക്കേണ്ടത്, മറിച്ച് നിങ്ങളായിരുന്നുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന് ചോദിക്കണം. ഓരോ രഹസ്യങ്ങളും ഞാൻ ധ്യാനിക്കുമ്പോൾ, ഓ പരിശുദ്ധാത്മാവെ, ഇന്നിൻ്റെ പരിശുദ്ധാത്മാവെ, ലാഭങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, പുതിയ സ്നേഹം തരുന്ന പരിശുദ്ധ, ഇന്നലകളെ മറന്നുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം ഞാൻ ധ്യാനിക്കുമ്പോൾ എന്നോട് എന്താണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈ സമൂഹത്തോട് എന്താണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ ധ്യാനിക്കാൻ തക്കവിധം ജ്ഞാനം ഇല്ലോ എന്നൊന്നും അറിയണമേ എന്നാ പ്രാർത്ഥനയോടെ ആയിരിക്കണം. അപ്പോൾ ഒരു വ്യക്തി പ്രസംഗിക്കുന്നതനുസരിച്ചോ അല്ലെങ്കിൽ സഭയുടെ പ്രബോധനങ്ങൾ അതൊക്കെ കേൾക്കാനും പ്രബോധനങ്ങളൊക്കെ വായിച്ചാലും പരിശുദ്ധാത്മാവ് നിന്നിലൂടെ എന്താണ് സംസാരിക്കുന്നത് ഈ ബോധ്യം നമുക്ക് കിട്ടണം. പ്രത്യേകിച്ച് പ്രകാശത്തിന്റെ 1-ാം രഹസ്യം, സ്നാപക യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കുക എന്ന ആ വലിയ രഹസ്യത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. ആ സ്നാപക യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കുക. അതിൽ പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിലെ 13 തിരുവചനം ഇങ്ങനെ പറയുന്നു, യേശു യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കാൻ ഗലീലിൽ നിന്നും ജോർദാനിൽ അവന്റെ അടുത്ത് വന്നു. ഗലീലിൽ നിന്നും ജോർദാനിലേക്ക് അവന്റെ അടുത്തേക്ക് വരികയാണ്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ പ്രത്യേകിച്ച് സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ഉണ്ണീശോയെ ശമയോന്റെ കരങ്ങളിലേക്ക് ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയെ ഔസപിതാവ് പോകുന്നു. പ്രത്യേകിച്ച് കടിഞ്ഞൂൽ പുത്രനെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ. ഇതുപോലെ അടുത്ത ഒരു മേഖല പറയുന്നത്, ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് പ്രവാചകനാണ് അല്ലെങ്കിൽ ശക്തനായ സഭയെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു വ്യക്തിയാണ് സ്നാപയോഹന്നാൻ. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടതാണ്. പക്ഷേ ഒരു മനുഷ്യനായിരിക്കെ, പ്രവാചക മനുഷ്യനായിരിക്കെ, കർത്താവ് ആ ഗലീലിൽ നിന്നും ജോർദാനിലേക്ക് സ്നാപയോഹന്നാനെ അന്വേഷിച്ചെത്തുമെന്ന് പറയുന്നത്. വരുമ്പോൾ 14-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിന്നിൽ നിന്നും സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. അമ്മേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ പറയാ, ഞാൻ നിന്നെ കാണാനിരിക്കുകയാണ്, ഞാൻ നിന്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിക്കാണ്ട് ഞാൻ വന്നിരിക്കുക, അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ആ സമയത്ത് നീ എന്നെ അന്വേഷിച്ചു വന്നുവോ? ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നുള്ളത് ഈ ഒരു അന്വേഷണമാണ്. നമ്മൾ ശരിക്കും ആണെങ്കിൽ ഓരോ ദൈവമക്കളെയും അല്ലേ, ധൂർത്തപുത്രന്റെ ഭൂമായിൽ നമ്മള് ധൂർത്തപുത്രനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന 100 ആളുകളിലേക്ക് ഒരെണ്ണം തെറ്റി കഴിഞ്ഞാൽ 99 മാറ്റി ഒരെണ്ണം അന്വേഷിച്ചു പോകുന്ന യേശുക്രിസ്തുവിന്റെ ഒരു മനോഭാവം. ഇത് സ്നാനം സ്വീകരിക്കാൻ വേണ്ടി കർത്താവ് എന്താ പറയാ സ്നാപന്റെ അടുത്തേക്ക് ഓടി വരികയാണ് ചെയ്യുന്നത്. അത് എത്ര കിലോമീറ്റർ ഒന്നും അതൊന്നുമല്ല, ഓടി വരികയാണ്. അപ്പൊ സ്നാപൻ എന്നെ പറയുന്നത് ഞാൻ നിന്റെ അടുത്തേക്ക് വരാൻ നിൽക്കുകയാണ്, നിന്നിൽ നിന്നും ഞാൻ സ്നാനം സ്വീകരിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തടഞ്ഞു എന്ന് പറഞ്ഞ്, യോഹന്നാൻ അടുത്തേക്ക് വരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അവനെ തടഞ്ഞു എന്ന് പറഞ്ഞ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയുന്നുണ്ട്, എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞ ഉടനെ യേശു വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, ദൈവാത്മാവ് പ്രാവന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. യേശു ഒരു വചനം കൊണ്ട് പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചെങ്കിൽ, സഭ എന്ന ഒരു സ്ട്രക്ചർ നമുക്കുണ്ട്. സഭ എന്നൊരു സ്ട്രക്ചർ ഇന്ത്യ ഗവൺമെന്റുള്ള ഒരു സ്ട്രക്ചർ പോലെ തന്നെ സഭ എന്നൊരു സ്ട്രക്ചർ ഉണ്ട്. മാർപ്പാപ്പ മുതലേ നമ്മുടെ വികാരിച്ചും വരെ സഭ എന്നൊരു സ്ട്രക്ചർ ഉണ്ട്. ആ ഒരു സ്ട്രക്ചർ എന്ന ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പ്രത്യേകിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാൻ.
അപ്പോൾ ഞാനും നിങ്ങളും എന്ന് പറഞ്ഞാൽ ഓടി നിന്ന് സ്വതന്ത്രനായി, ഞാൻ സ്വതന്ത്ര പരിശുദ്ധാത്മാവ് എല്ലാം എനിക്ക് വെളിപ്പെടുത്തി തന്നു. എന്നെ ആരും പിടിച്ചു കെട്ടാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സഭയുടെ ചട്ടങ്ങളൊന്നും എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. എനിക്ക് സ്വന്തമായിട്ടുള്ള എന്താ പറയാ, എനിക്ക് അറിവുണ്ട്. പരിശുദ്ധാത്മാവ് നേരിട്ട് എന്നോട് സംസാരിക്കുന്നു എന്ന ആ ഒരു മേഖലകളെ വ്യക്തമായും ഈ ഒന്നാം രഹസ്യം വ്യക്തമായി കാണിക്കുകയാണ്. ആ പ്രത്യേകിച്ച് സ്നാപക യോഹന്നാന്റെ അടുത്തേക്ക് കർത്താവ് കടന്നു വരുന്നു. കർത്താവ് സ്നാപയോഹന്നാൻ തടഞ്ഞു കഴിഞ്ഞപ്പോൾ നീ ഇത് സമ്മതിക്കണം, അത് കർത്താവിന്റെ ഹിതമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിക്കുന്നു. അവസാനം സ്നാപകനോൻ എന്ത് ചെയ്തു? സ്നാനം നൽകുന്നു. സ്നാപനപ്പോൾ അവിടെ പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു, സ്വർഗം തുറക്കപ്പെടുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവങ്ങളെ, എന്റെയും നിന്റെയൊക്കെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകം കടന്നു വരണമെങ്കിൽ നമ്മൾ വിധേയപ്പെടണം. സഭയെ വിധേയപ്പെടണം. നമ്മൾ ഈ കാലഘട്ടത്തിൽ സഭയെ വിധേയപ്പെടാതെ സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും നിങ്ങളും പോകുന്നെങ്കിൽ ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയാണ് അത് റോങ്ങാ. നീ കാലഘട്ടത്തിലെ സഭാ നേതൃത്വം പറയുന്ന അനുസരിക്കാതെ ഒത്തിരി വിവാഹങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഉള്ളവർ തന്നെ പലവിധത്തിലും എനിക്കറിയാം, എനിക്ക് ഭരിക്കാനറിയാം, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് നീ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, വിശുദ്ധ ബൈബിളിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്, പിന്നെ എനിക്കിങ്ങനെ പാരമ്പര്യമുണ്ട്, എനിക്ക് അതിന് പ്രത്യേകമായി ആരും നേതൃത്വത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായും പറഞ്ഞു തരികയാണ്. എന്നാ പറഞ്ഞു തരുന്നത്? ഇതാ സഭയെ അനുസരിക്കുന്ന കർത്താവ് നേരെ ചെന്ന് സ്നാപകന്റെ മുന്നിൽ മുട്ടുകൾ മടക്കുന്നു. അല്ലെങ്കിൽ സ്നാപകാന്തികാനം പറഞ്ഞനുസരിച്ച് സ്നാനം സ്വീകരിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് പ്രാവന്റെ രൂപത്തിൽ കടന്നവനും ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ പ്രസാദിച്ചിരിക്കുന്നു, അത് എന്നെയും നിങ്ങളെയും നോക്കി പറയണമെങ്കിൽ, സ്വർഗം എന്നെയും നോക്കി പറയണമെങ്കിൽ, ദൈവമകളെ ദൈവ സന്നിധിയില് നീ രക്ഷപ്പെടണമെങ്കിൽ, ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ഈ രഹസ്യത്തിന്റെ കാതലായ കാര്യം ഞാൻ നിങ്ങളും പഠിക്കണം. അത് സഭ എന്ന ചട്ടക്കൂട്ടിലെ സഭ എന്താണ് എന്റെ അടുത്ത് പറയുന്നോ അതനുസരിക്കാൻ ഞാൻ തയ്യാറാവുള്ളതാണ്. ഈ പ്രകാശത്തിന്റെ രഹസ്യത്തിലേക്ക് നമുക്ക് അത് അനുഗ്രഹമായി മാറുവാൻ, അഭിഷേകമായി മാറുവാൻ അതിന്റെ കൃപയാകട്ടെ. ആമേൻ.